അസ്സലാമു അലൈക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ഉമ്മയും മോനും എന്ന യൂട്യൂബ് ചാനലിലെ നൗഫലിൻ്റെ വാപ്പ മരണപ്പെട്ടത് മണിക്കൂറുകൾക്ക് മുൻപാണ് ഞാൻ ആ വാർത്ത അറിഞ്ഞത്. എനിക്കൊരുപാട് വിഷമമായി. കാരണം ആ വാപ്പാനെ ഞാൻ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനൊരു വർഷം മുന്നേ നൗഫലിൻ്റെ വീട്ടിൽ പോയിരുന്നു. എനിക്ക് നൗഫലിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ഉമ്മമാരും എല്ലാ പെങ്ങന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നത് നൗഫലിനെ പോലത്തെ ഒരു മകനെയും ഒരു സഹോദരനെയും ഒക്കെ കിട്ടാനാണ്. അപ്പോൾ ആ കുടുംബത്തിന് വേണ്ടി നൗഫലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നൗഫൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പ്രായത്തിൽ നൗഫൽ അനുഭവിക്കാത്ത ഒന്നുമില്ല. നൗഫലിൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് വന്ന ഒരാളാണ്. നൗഫൽ ഇപ്പോൾ പുതിയതായിട്ട് നല്ലൊരു വീടെടുത്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് വാപ്പയെ കൊണ്ടുപോകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു നൗഫൽ. ആ ആഗ്രഹം നൗഫലിന് പൂർത്തീകരിക്കാൻ പറ്റില്ല. പക്ഷേ ആ മകൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നൗഫൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ വാപ്പാൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നാളെ വാപ്പയെയും ആ മക്കളെയും ആ ഫാമിലിയെയും നമ്മളെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. വാപ്പയുടെ ഖബറിടം വിശാലമാക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ നൗഫലും സുഖമില്ലാതിരിക്കുകയാണ്. വാപ്പ ഹോസ്പിറ്റലിലുള്ള സമയത്ത് നൗഫൽ നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നൗഫൽ തീരെ സുഖമില്ലാതെ. നൗഫലിൻ്റെ അസുഖങ്ങൾ പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കട്ടെ. ആ ഫാമിലിക്ക് നല്ലത് മാത്രം വരുത്തട്ടെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.